ലോറിയിൽ നിന്നും കെട്ടഴിഞ്ഞ് തെറിച്ചു വീണ തടിക്കഷണങ്ങൾ ശാന്തമ്മയുടെ ജീവിതം തകർത്തു. പനക്കപ്പാലം പേഴുങ്കാട്ടിൽ ശാന്തമ്മയുടെ കാൽമുട്ടുകൾ തകർന്നതോടെ ഇപ്പോൾ വാക്കർ ഉപയോഗിച്ച് മാത്രമാണ് നടക്കാൻ കഴിയുന്നത്. തയ്യൽ ജോലി ചെയ്ത് ജീവിതം നയിച്ചിരുന്ന ശാന്തമ്മ ഇപ്പോൾ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. പനക്കപ്പാലം കൊണ്ടൂർ പേഴുങ്കാട്ടിൽ ശാന്തമ്മ തയ്യൽ ജോലികൾ ചെയ്തും തയ്യൽ പഠിപ്പിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ നിൽക്കുമ്പോൾ ലോറിയിൽ ലോഡ് ചെയ്തിരുന്ന തടി കെട്ടഴിഞ്ഞ് ഉരുണ്ടുവന്നപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാൽമുട്ടുകൾക്ക് തകരാർ സംഭവിച്ചത്. വാഹനാപകടമല്ലാത്തതിനാൽ നഷ്ടപരിഹാരവും ലഭിച്ചില്ല. ഓപ്പറേഷനും അനുബന്ധ ചെലവുകൾക്കുമായി 6 ലക്ഷത്തോളം രൂപ ചെലവായി. പ്ലാഷനാൽ ബാങ്കിൽ നിന്നും സഹോദരൻ്റെ പേരിലുള്ള വസ്തു കൂടി പണയം വെച്ച് കടമെടുത്ത 6 ലക്ഷം രൂപ ഇപ്പോൾ പലിശയടക്കം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. ഇപ്പോൾ വൃക്കയ്ക്കും ഹൃദയത്തിനും പ്രശ്നങ്ങളുണ്ട്. കാൽമുട്ടുകൾ ശോഷിച്ച് TB ബാധിച്ചതിനാൽ ഓപ്പറേഷൻ നടത്താൻ കഴിയുകയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ശാന്തമ്മ പറഞ്ഞു. പറമ്പിൽ ഇങ്ങനെ അങ്ങ് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അന്നേരത്തേക്കിനും ഈ ലോറി വരുന്നുണ്ടായിരുന്നു പടിഞ്ഞാറ് വശത്തുനിന്ന്. ആ ലോറിയുടെ കെട്ട് പൊട്ടിയിട്ട് തടി ഉരുണ്ട് വീഴുമായിരുന്നു. ആ തടി വീണപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു മാറിക്കോന്ന് പറഞ്ഞു, തടി മേത്ത് വീഴാതെ. അപ്പം ഞാൻ പുറകോട്ട് മാറിയിട്ട് ഈ തടി വന്ന് സൈഡിലോട്ട് വീണു. ഞാൻ വീഴുകയും ചെയ്തു. വീണെൻ്റെ കാല് അടിയിലയച്ചിട്ട് തടി സൈഡിൽ വീണിട്ട് പതുക്കെ ഇങ്ങോട്ട് ഉരഞ്ഞു വന്ന് നമ്മുടെ മേത്തൊന്നും തൊട്ടില്ല, ഇങ്ങനെ എന്നാലും ഇച്ചിരി ഒന്ന് തൊട്ട പോലെ വന്ന് പിന്നെ അവർ വന്ന് വലിച്ചേപ്പിച്ച് തടി നമ്മുടെ മേത്ത് വീണില്ല, ലോറി മേത്ത് കയറിയിട്ട് അവർ വീട്ടിൽ കൊണ്ട് പിടിച്ചാക്കി. മുട്ടിൻ്റെ ഞരമ്പ് പൊട്ടി എന്നുള്ളത് ചികിത്സിച്ചത് പാലാശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായിട്ടാണ്. ആദ്യം മുതലുള്ള എല്ലാ ചീറ്റുകളും എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം മുട്ടിന് വേദനയുണ്ട്. ഈ പിന്നെ കൊണ്ട് കാണിക്കണം, മുട്ട താഴോട്ട് ചികിത്സ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം വൃക്കയ്ക്കും പ്രശ്നമുണ്ട്. വൃക്കയുടെ ഇത് എൻ്റെ ഉണ്ട്. വൃക്കയ്ക്ക് പ്രശ്നം, ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമാണ് നടന്നത്. വാക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കാൻ കഴിയുന്നത്. കിഴതടിയൂർ പള്ളിയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ സന്മനസ്സുള്ളവർ നൽകുന്ന സഹായമാണ് ശാന്തമ്മയ്ക്ക് ആശ്രയമായുള്ളത്. പള്ളിയിൽ നിന്നും ശാന്തമ്മയ്ക്ക് സഹായം നൽകിയിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വികലാംഗ പെൻഷൻ ലഭിക്കാനും നടപടികളായിട്ടുണ്ട്. ശാന്തമ്മയ്ക്ക് നല്ലൊരു വാക്കർ സുമനസ്സുള്ള ഒരാൾ നൽകിയിരുന്നു. എന്നാൽ വാഹനമിടിച്ച് വാക്കറിന് തകരാറുണ്ടായപ്പോൾ നന്നാക്കി നൽകാമെന്ന് പറഞ്ഞു പോയയാളെ പിന്നീട് കണ്ടിട്ടില്ലെന്നും ശാന്തമ്മ പറഞ്ഞു. രോഗബാധിതനായ സഹോദരൻ്റെ മക്കൾ മാത്രമാണ് ശാന്തമ്മയ്ക്ക് ആശ്രയിക്കാനുള്ളത്. അവരും ബുദ്ധിമുട്ടിലാണ്. പ്രാർത്ഥനകളോടെ ദേവാലയത്തിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ തൻ്റെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് സന്മനസ്സുള്ളവരാരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയാണ് ശാന്തമ്മയ്ക്കുള്ളത്. മരുന്നിനും ഭക്ഷണത്തിനും ചികിത്സാ ചെലവുകൾക്കുമായി വേണ്ടിവരുന്ന ചെലവുകൾ ശാന്തമ്മയെ വിഷമിപ്പിക്കുകയാണ്. പ്ലാഷനാൽ SBIയിലെ 672159432252 എന്ന നമ്പറിലുള്ള അക്കൗണ്ടിൽ കാരുണ്യ മനസ്ഥിതിയുള്ളവർ സംഭാവനകൾ നൽകിയാൽ ഓപ്പറേഷൻ നടത്തി തൻ്റെ ദുരിതത്തിൽ നിന്നും കരകയറാമെന്ന പ്രതീക്ഷയാണ് ശാന്തയ്ക്കുള്ളത്. പ്ലാഷനാൽ ബാങ്കിൻ്റെ IFSC കോഡ് SBI N007048 ആണ്. ലക്ഷക്കണക്കിന് രൂപ അനാവശ്യമായി ചിലവഴിക്കുന്നവർ വഴിയരികിൽ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ശാന്തമ്മയെ പോലുള്ളവരുടെ ദുരിതം കാണാതെ പോകരുത് എന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് കഴിയുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.